സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ EKYC പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾക്ക് 2026 മാർച്ച് 31 മുമ്പ് EKYC പൂർത്തിയാക്കണം എന്നതാണ് നിർദ്ദേശം. EKYC പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ല എന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ 8ാമത്തെയും 9ാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞുവെക്കും. മാർച്ച് 31 മുമ്പ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും. തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടും. നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും KYC അപ്ഡേഷൻ മാർച്ച് 31 പൂർത്തിയാക്കണം. അല്ലാത്തപക്ഷം സാമ്പത്തിക വർഷത്തിലെ 8-9 റീഫണ്ടുകളുടെ സബ്സിഡിക്ക് യോഗ്യതയുണ്ടാകില്ല. അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായി റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറിന് 9 റീഫണ്ടുകൾക്കും ഓരോന്നിനും 300 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക. പണം യഥാർത്ഥ ഉടമകൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനിയുടെ വാദം. ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപയോക്താക്കൾക്കാണ് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അവരുടെ EKYC അപ്ഡേറ്റ് ചെയ്യാൻ സേവനത്തിന് യാതൊരു നിരക്കും ഈടാക്കില്ല. KYC അപ്ഡേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 1800 233 355 5 എന്നീ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.